ലോകത്ത് ഒരു സെക്കൻഡിൽ 3 പേർ മിനിമം മരിച്ചു പോകുന്നു എന്ന കണക്കുകൾ വായിച്ചവരാണ് നമ്മൾ. ലോകത്ത് ഒരു സെക്കൻഡിൽ മിനിമം 3 പേരെങ്കിലും മരിക്കുമെന്ന ഒരു സെന്റൻസ് പറയാൻ ചില സെക്കൻഡുകൾ വേണം. അപ്പോഴേക്കും കുറേ പേർ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇവിടെ നൈമിഷികമാണ്, നശ്വരമാണ് എന്ന് ആരും പറയാതെ തന്നെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ മരണം സംഭവിച്ച് പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ബർസഖിന്റെ ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട് എന്ന കാര്യം ചിന്തിച്ചവരും ചിന്തിക്കുന്നവരും അറിയുന്നവരും അറിയിക്കുന്നവരുമാണ് നമ്മൾ. ആത്യന്തികമായി നമുക്ക് വിജയം കാണേണ്ടത് ഈ ലോകത്തല്ല, വരാനിരിക്കുന്ന പരലോകത്താണ്. ആ പരലോകത്തെ മനുഷ്യന്റെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നതിൽ അവന്റെ വിശ്വാസം തെളിഞ്ഞു നിൽക്കണം. അവന് വിജയം കൈവരിക്കുവാനുള്ള രംഗം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം, എൻ്റെ മക്കൾ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം. ഖു അൻഫുസകും വഅഹ്ലികും നാറ. നമ്മൾ നമ്മുടെ തടിയെ, നിങ്ങളുടെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ബോധമുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ രംഗത്തെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറുണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളും തെറ്റായ വിശ്വാസ രംഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷിതാവായ, അണ്ടഘടാഹങ്ങളുടെ അധിപനായ ഈ ലോകനാഥനായ അല്ലാഹു തആല അവൻ മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടതു തന്നെ അവൻ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന അള്ളാഹുവിന്റെ വചനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ, അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ കാതൽ എന്താണ്? അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാതൽ എന്താണ്? നമുക്ക് ജന്മം നൽകിയവൻ അവനാണ്, നാം ശ്വസിക്കുന്ന വായു നൽകിയവൻ അവനാണ്. ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായി എന്തൊക്കെയുണ്ടോ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയത് അവനാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സർവശക്തനായ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ 21-22 വചനങ്ങളിൽ എത്തുമ്പോൾ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്, മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല, മാനവകുലത്തെ ഒന്നിച്ചു വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു അബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ ആ രക്ഷിതാവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റില്ല, കാരണം യേശുക്രിസ്തുവിന് മുമ്പ് ലോകത്തെ മനുഷ്യരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ആരാധിക്കേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനുണ്ട്. ആ നബിയെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അതിനു മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരെ, ആദ്യത്തെ പിതാവും ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, സർവചരാചരങ്ങളെ, സസ്യലതാദികളെ സർവ്വതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കണം, നിങ്ങൾക്ക് മുമ്പ് ഉള്ള മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണം. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. എത്ര മനോഹരമായിട്ടാണ് അവൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണ്, ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്നവനാണ്, ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വെള്ളമിറക്കി തരുന്നവനാണ്, അതിലൂടെ നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തരുന്നവനാണ്. മഴയ്ക്കു വേണ്ടി ക്ഷാമം വർദ്ധിച്ചു വന്ന് വെള്ളത്തിന് ക്ഷാമം അനുഭവിച്ച് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്, അല്ലാഹു തആല ഖുർആനിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്?
അതല്ല നാം ആണോ? നോക്കൂ, അള്ളാന്റെ ചോദ്യമാണത്. ശരി, നിൽക്കട്ടെ, സാന്ദർഭികമായി നമ്മൾ അതുകൂടി ചേർത്ത് വായിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആകാശത്തുനിന്ന് വെള്ളമിറക്കി നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന, ഉൽപ്പാദിപ്പിച്ചു തന്ന ആ റബ്ബിനെ നിങ്ങൾ പിന്നെ സമന്മാരെ നിശ്ചയിക്കരുത്, പകരക്കാരെ നിശ്ചയിക്കരുത്. നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ, അറിവുള്ളവരാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ 21-22 വചനത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു എന്ന ആ മഹാശക്തിയെ പോലെ ഒന്നുമില്ല. വിശദീകരണത്തിന് സമയമില്ലാത്തത് കൊണ്ട് സൂചനകൾ നൽകി ഞാൻ പോവുകയാണ്. ലൈസ കമിസ്ലിഹി ഷൈ, അതെ, അവനെ പോലെ ഒന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാകുന്നു. എല്ലാം കേൾക്കാൻ കഴിവുള്ള, എല്ലാം കാണാൻ കഴിവുള്ള, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ട്, നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകിയിട്ട്, നല്ലൊരു ഭർത്താവിനെ നൽകിയ, നല്ലൊരു ഭാര്യയെ നൽകിയ, മക്കളില്ലാത്തവർ എത്രയോ ലോകത്തുണ്ട്, നല്ല സന്താനങ്ങളെ നമുക്ക് നൽകിയ, നല്ല കുടുംബ ജീവിതത്തെ നമുക്ക് നൽകിയ, ജീവിക്കാനുള്ള മാർഗങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആകെ വെച്ച കണ്ടീഷൻ എന്താണ്? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രമാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. 5 നേരത്തെ നമസ്കാരത്തിൽ 17 തവണ ആവർത്തിച്ചു പറയുന്നു നമ്മളൊക്കെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായതട്ടം നടത്തുക. അതുകൊണ്ട് തന്നെ ഓ നബിയെ, ലോകത്തിലെ മനുഷ്യരോട് പ്രഖ്യാപിക്കൂ നബിയെ, ഞാൻ പറഞ്ഞു എന്ന് പ്രഖ്യാപിച്ചു കൊടുക്കൂ നബിയെ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ റബ്ബ് പറഞ്ഞ പ്രഖ്യാപനം എന്താണ്? നിങ്ങൾ എന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. നോക്കൂ, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഉടനെ തരാമെന്നല്ല പറഞ്ഞിട്ടില്ല, 2 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല, കാലസമയം റബ്ബ് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ചിലത് ഉടനെ ലഭിക്കുന്നതാണ്, ചിലത് സമയം നീട്ടിക്കൊണ്ട് വെക്കുന്നതാണ്, ചിലത് പരലോകത്തിലേക്കുള്ള നന്മയായി നീട്ടിവെക്കുമെന്നൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകാഗ്നിയിൽ എരിയേണ്ടി വരും, പ്രവേശിക്കേണ്ടി വരുമെന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി. ഇവിടെ നിങ്ങൾ എന്നോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു പറഞ്ഞത്, എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും അഹന്ത കാണിച്ചാൽ അവൻ നരകാഗ്നിയിൽ പ്രവേശിക്കുമെന്നതാണ്. ആ ഇബാദത്ത്, അതെ, ആ ഇബാദത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ പ്രാർത്ഥനയെ ചേർത്ത് പറഞ്ഞത് എന്തിനാണ്? ഇബാദത്തിന്റെ മർമ്മമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതേ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതായ ചോദ്യങ്ങളുണ്ട്, അവനോട് മാത്രം പറയേണ്ടതായ പറയലുകളുണ്ട്. അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് മാത്രം നൽകണം. അതിനെനിക്ക് സൗകര്യമില്ല എന്ന നിലക്ക് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് വേണ്ട ഗൗരവം അറിയാത്തത് കൊണ്ടോ സംഭവിച്ചു പോകുമ്പോ നാളെയുടെ പരലോകം നമ്മുടെ മുന്നിൽ അതീവ ഗൗരവമായ ഒരു ചോദ്യചിഹ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ഖുർആനിൽ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ ഉപമ പഠിപ്പിക്കാൻ വ്യത്യസ്തമായ ഉപമകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന, യഥാർത്ഥ ദുആ ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അതേ അല്ലാഹുവല്ലാത്തവരോട് ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലാഹു തആല പറഞ്ഞു തരുകയാണ്. ആരോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഉപമയോടുകൂടി വിശദീകരിച്ചു തരികയാണ് അല്ലാഹു തആല. എങ്ങനെ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യർ ലോകത്തുണ്ട്. ഉത്തരം ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്ക് ദുആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടു പോയവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അടുത്തുള്ളവരാകട്ടെ, ദൂരെയുള്ളവരാകട്ടെ, പ്രാർത്ഥനയാകുന്നത് റബ്ബിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും നൽകാൻ പാടില്ല.
പക്ഷെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉപമ ഏതുപോലെയാണ്? ഇതാ ഇവിടെ ഒരു കിണറിൽ വെള്ളമുണ്ടെന്ന് വിചാരിച്ചോളൂ, ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുടിയുണ്ടെന്ന് വിചാരിച്ചോളൂ. വെള്ളം അവന്റെ വായിലെത്തുന്നതിന് വേണ്ടി ഇല്ല വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ കൈനീട്ടിയത്? വായിലേക്ക് വെള്ളമെത്താനാണ്. അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. അവൻ നടത്തിയ പ്രാർത്ഥന വടികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പോ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുടിയിലേക്കോ കിണറിലേക്കോ കൈനീട്ടി വെള്ളമെന്ന് ആഗ്രഹിച്ച് കൈനീട്ടിയവനെ പോലെയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടല്ലാതെ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഉപമ ഒരിക്കലും അതിന് ഉത്തരം കിട്ടുകയില്ല എന്ന് സർവശക്തനായ അള്ളാഹു മാനവകുലത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പോരെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ചെന്ന് അവിടുത്തെ മുട്ടുകാലുകൾ നിലത്ത് കുത്തിവെച്ച് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ബദറിന്റെ ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ യൂട്യൂബിൽ കേൾക്കുന്ന ചില പ്രസംഗങ്ങളുണ്ട്. അതിലൊരു പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പറയുന്ന പ്രസംഗം ഇങ്ങനെയാണ്: എന്ത് ബദരീങ്ങൾ, എന്തിനാണ് ബദരീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്? അത് ഒരു യുദ്ധത്തിൽ പോരാടി അടരാടി വിജയം തീർക്കാൻ വേണ്ടിയൊന്നുമല്ല. അതിന് അല്ലാഹു അവരെ ഒന്നും മറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ ഒരു അഗ്രം മാത്രം മതിയായിരുന്നു. പിന്നെ എന്തിനാ ബദർ യുദ്ധമുണ്ടായത്? നമുക്ക് ബദരീങ്ങളുടെ പേരിൽ ചില ആണ്ടും നേർച്ചയും നടത്താനാണ് എന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലാഹു സന്മാർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയില്ലാതെ മാർഗമില്ല. ആ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ കുത്തിവെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ഈ അംഗങ്ങളിൽപ്പെട്ട ഈ കൊച്ചു സംഘം റബ്ബേ ഈ ബദറിന്റെ രണാങ്കണത്തിൽ വന്നു നിൽക്കുമ്പോൾ നീ എങ്ങാനും ഈ ടീമിനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു രീതി ഭൂമിയിൽ ഉണ്ടാവില്ല റബ്ബേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ ചരിത്രങ്ങളിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്. അതേസമയം അബൂജഹൽ എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് മുത്തുനബിയെ തോൽപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന ടീം, ആ ടീം പ്രിയപ്പെട്ടവരെ എന്താണ് പറയുന്നത്? അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച്, കൂട്ടാളികൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹു മുൻസുർ അഅസ്സൽ ജുൻദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ. അല്ലാഹുവേ, ഇതാ രണ്ട് കബീലകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, അതിലേറ്റവും നല്ലതിനെ, രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, അതിലേറ്റവും ഉത്തമമായതിനെ. അല്ലാഹുവേ, രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്, അതിലേറ്റവും പവിത്രമായതിനെ നീ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ് അബൂജഹലും ടീമും ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നത്. പിന്നെന്തിനാ യുദ്ധം? അബൂജഹലും ടീമും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ല എന്ന് ലോകത്താർക്കും വാദമില്ല. മറിച്ച് എന്താണ്? അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പാകെ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന സർവശക്തനായ റബ്ബിന്റെ ദീനിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞു, ഓ നബിയെ പ്രഖ്യാപിക്കൂ, നബിയെ ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇത് പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ്. എന്നാൽ മക്കയിൽ ജീവിച്ചു പോയ, അതിനു മുമ്പ് ജീവിച്ചു പോയ സർവശക്തനായ റബ്ബിന്റെ കൂടെ മറ്റുള്ള വലിയ വലിയ മഹത്തുക്കളാണെന്ന് പറയുന്ന ആളുകളെ ചേർത്തി ശിർക്കിലകപ്പെട്ടു പോയ ആളുകളുടെ അവരുടെ ജീവിത ശൈലിയെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ പറഞ്ഞത്? അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, കടലിന്റെ ഒരു കടപ്പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഈ ആർത്തിരമ്പി വരുന്ന തിരമാലകളിലൂടെ കടന്നു പോകുന്ന കപ്പൽ വെള്ളമങ്ങ് കപ്പലിനെ മൂടിക്കളയുമെന്ന് കണ്ടാൽ, തിരമാലകൾ കപ്പലുകളെ തകർത്തു കളയുമെന്ന് കണ്ടാൽ, മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
കീഴ്വണക്കം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഫലമ്മ നജ്ജാഹും മിനൽ ബർരി, ആ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറുകയാണ്. ഇതായിരുന്നു അവരുടെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ എടുത്തു കാണിച്ചു തന്നത് അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. എല്ലാ സമയത്തും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് ഞാനും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇബാദത്തിന്റെ മുഴുവൻ വശങ്ങളും വെക്കേണ്ടത് ആ റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രമാണ്. ഈ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതെന്തും അല്ലാഹു പുറത്തു തന്നേക്കാം. പക്ഷേ ശിർക്ക് എന്ന ആ മഹാപാപം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പൊറുക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സംശയത്തിനിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചതാണ്. അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു വരാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഭാര്യയിലേക്ക്, മക്കളിലേക്ക്, ബന്ധുമിത്രാദികളിലേക്ക്, നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളിലേക്ക് പല വിധങ്ങളിൽ കടന്നു വരാം. 1, 2, 3 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ പറയട്ടെ. ഒന്ന്, റബ്ബല്ലാത്ത പേരിൽ, അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ ബലിയറുത്താൽ, ഒരു നേർച്ച നടത്തിയാൽ, ഒരു മൃഗത്തെ ബലിയാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, അത് കടുത്ത ശിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ശാപമുള്ള വിഷയമാണ് എന്ന്. ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാ, ലഅനല്ലാഹ് മൻ ലഅന വാലിദൈഹി, ലഅനല്ലാഹ് മൻ ഗയ്യറ മനാറൽ അർള്. വ്യത്യസ്തമായ വിഷയങ്ങളാണ് അതിൽ പറയുന്നത്. അതിരുകല്ല് മാറ്റിക്കുത്തുന്നവൻ അല്ലാഹ് ശപിച്ചു, മാതാപിതാക്കളെ ശപിക്കുന്നവൻ അല്ലാഹ് ശപിച്ചു. പോരാതിൽ ആദ്യം എണ്ണിയത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറുക്കുന്നവനെ അള്ളാഹു ശപിച്ചു എന്നതാണ്. 2, ഏതെങ്കിലും ആളുകൾ ഒരു നൂലിൽ, ഒരു ഏലസിൽ അഭയം തേടിയാൽ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ഹയ്യുള്ള യമൂത്തായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുണ്ടായിരിക്കെ, പ്രിയപ്പെട്ടവരെ, ഒരു നൂല്, ഒരു ഏലസ് എനിക്ക് രക്ഷ നൽകുമെന്ന് വിചാരിച്ചാൽ, തങ്ങൾ കെട്ടിത്തന്നത്, ഉസ്താദ് കെട്ടിത്തന്നത്, ആരോ മന്ത്രി ചോദിത്തന്ന ഒരു ഏലസ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക, അങ്ങനെ ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹുദൈഫ റളിയല്ലാഹു അൻഹു രോഗിയുടെ അടുക്കലേക്ക് ചെന്ന് സാരമില്ലെന്ന് പറഞ്ഞ് ശരീരത്തിൽ തടവിയപ്പോ ഒരു നൂല് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഈ നൂല് എന്ന്. അത് ഇന്ന രോഗത്തിന് വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ അതേ ഹുദൈഫ റളിയല്ലാഹു രോഗിയോട് പറഞ്ഞത്, അതുമായി നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കില്ല എന്നതാണ്. പോരെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക, അവൻ ശിർക്കോ കുഫ്റോ ചെയ്തവനാണ്. അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ ഇങ്ങനെ 100 കൂട്ടം വിഷയങ്ങളെ ഞാനും നിങ്ങളും ഗൗരവമായി ആലോചിക്കണം. അന്ധവിശ്വാസത്തിലോ ശിർക്കിന്റെ രംഗങ്ങളിലോ ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത്. അതിന് പാകപ്പെടുന്ന ഒരു കുടുംബമായി എന്റെ കുടുംബം മാറണം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിട പറയാൻ നേരത്ത് തന്റെ മക്കളെ മുഴുവൻ അടുത്തേക്ക് വിളിച്ച് ഒരു പ്രവാചകനായിട്ട് പോലും മക്കളോട് ചോദിക്കുന്നത്, എന്റെ കാലശേഷം നിങ്ങളുടെ ആരാധനാ രീതി എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പമാരായ പ്രവാചകന്മാരുടെയും ഏകനായ രക്ഷിതാവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് മക്കളുടെ മുമ്പിൽ നിന്ന് കേട്ട് സന്തോഷത്തോടു കൂടിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണടച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഖുർആൻ വായിക്കുമ്പോൾ ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഖബറിൽ കിടക്കുന്ന, ഇന്ന സ്ഥലത്ത് കിടക്കുന്ന ഇന്ന ബീവി, ഇന്ന ആളുകൾ, അവർക്കൊക്കെ പല കഴിവുകളുമുണ്ട്. പടച്ചവൻ കൊടുത്ത കഴിവാണ് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലേക്ക് ശിർക്കും അന്ധവിശ്വാസങ്ങളും കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ചില്ലെങ്കിൽ ഈ എല്ലാം മറന്ന്, എല്ലാം കഴിഞ്ഞ് നാളെയുടെ ലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് രക്ഷ നൽകാൻ ആരും ഉണ്ടാവില്ല എന്ന ഗൗരവമായ കാര്യം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഓർമ്മ വരണം. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ 2 റിപ്പോർട്ടുകളിലായി 4 കാര്യങ്ങൾ വിലക്കിയിട്ട് പറഞ്ഞു. നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അയ്യുജസ്സൽ ഖബർ, ഖബർ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്, വഅയ്യുബിന അലൈഹി, അത് കെട്ടിപ്പടുക്കരുത്, വഅയ്യുക്തബ അലൈഹി, അതിന്റെ മുകളിൽ എഴുതരുത്, വഅയ്യുഖഅദ അലൈഹി, അതിന്റെ മുകളിൽ കയറിയിരിക്കരുത്. ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അതിലൂടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പിന്നെ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി, ഇന്ന ബുദ്ധിമുട്ടുകൾ തീരാൻ വേണ്ടി അവിടേക്ക് പോവുകയോ അവിടുത്തെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയോ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുകയോ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസമാണ് തകർന്നു പോകുന്നത്. എല്ലാമുണ്ട്. ഇവിടെ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും കുടുംബത്തിന്റെ സുഖസുന്ദരമായ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ട ഉപദേശങ്ങളാണെങ്കിൽ ഈ തൗഹീദ് മനസ്സിലാകാതെ പോയാൽ, ഈ കടുത്ത ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ
സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതം നാളെയുടെ ലോകത്ത് നഷ്ടത്തിന്റെ ഏറ്റവും വലിയ തീച്ചൂള അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാനും നിങ്ങളും ഓർക്കുക. അള്ളാഹുവിന്റെ ദീനിനെ ദീനായി മനസ്സിലാക്കാൻ, പ്രമാണങ്ങൾ കേട്ടാൽ ആ പ്രമാണങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ, പ്രിയപ്പെട്ടവരെ അതിനെ കളിയാക്കാതെ പരിഹസിക്കാതെ, ഇതാ എനിക്കൊരു പ്രമാണം കിട്ടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനാണ്, തിരുസുന്നത്താണ്, അതിനോട് ഞാൻ വിമുഖത കാണിക്കുകയില്ല. മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്ന രീതിയോട് ഞാൻ വിമുഖത കാണിച്ചാൽ, തിരിഞ്ഞു നിന്നാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ തിരിഞ്ഞ റൂട്ടിലേക്ക് തിരിച്ച് അവനെ നരകാഗ്നിയിലിട്ട് എരിച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹദീസിന്റെ ഒരു കഷ്ടം കൂടി പറയട്ടെ ഞാൻ. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ, ആരെങ്കിലും അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ എന്തെങ്കിലും ഒന്നിനെ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ദഖലൻ നാറ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, മുസ്ലിം ഉദ്ധരിക്കുകയാണ്, ഇമാം തിർമിദി ഉദ്ധരിക്കുകയാണ്, ഇമാം നസായി ഉദ്ധരിക്കുകയാണ്. അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ കുടുംബം ഇവിടെ സന്തോഷദായകമായി ജീവിക്കുമ്പോൾ ഈ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ? അതിന്റെ ബേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പോരായ്മകളുണ്ടോ? അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? തിരുത്താൻ ഞാൻ റെഡിയാണ് എന്ന ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ അതേ പ്രതിജ്ഞാബദ്ധരായി നിങ്ങൾ തിരിച്ചു പോകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.